5 പേർക്ക് പൊതുജീവനേകാൻ അവയവദാനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർ ബി അജിത് കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യുന്നു. കുരീപ്പുഴ സ്വദേശിയായ അജിത് കുമാർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ നായർ, ഒരു പൊതുപ്രവർത്തകന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു നന്മയുടെ കർമ്മം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം, അല്ലേ? തീർച്ചയായിട്ടും മോത്തി ജീവിതത്തിലുടനീളം സത്യസന്ധരായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് മസ്തിഷ്കാഘാതത്തെ തുടർന്ന് തളർന്നു വീണത്. അദ്ദേഹത്തെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ചു. അതോടുകൂടിയാണ് കോർപ്പറേഷൻ മേയർ AK ഹഫീസും ബാക്കിയുള്ള ആൾക്കാരും അദ്ദേഹത്തിന്റെ സഹോദരിയുടെയും സഹോദരനോടും കാര്യങ്ങൾ സംസാരിച്ചത്. അദ്ദേഹം അവിവാഹിതനാണ്. അന്നേരം ബന്ധുക്കളടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ മറ്റുള്ള ആൾക്കാരിലൂടെ ജീവിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കരൾ സിംസിൽ ചികിത്സയിലുള്ള ഒരു വ്യക്തിക്ക് കൈമാറാൻ തീരുമാനിച്ചിട്ടുള്ളത്. കിഡ്നി ഒരു കൈമാറുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള രോഗിക്ക് വേണ്ടിയാണ്. മറ്റൊരു കൈമാറുന്നത് കൊല്ലത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിക്ക് വേണ്ടിയാണ്. മറ്റ് കണ്ണിന്റെ 2 ഭാഗങ്ങൾ 2 പേർക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ 5 പേരിലേക്ക് അവയവങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. വളരെ മോത്തി സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുപ്രവർത്തകരാണ്, ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. ആ മനുഷ്യന്റെ വിടവാങ്ങൽ സമയത്ത് അദ്ദേഹത്തിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ഗുണമാകട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം നൽകാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരണം സംഭവിച്ച കൊല്ലം കൗൺസിലറുടെ അവയവങ്ങളാണ് ഇപ്പോൾ മറ്റ് 5 പേർക്ക് പൊതുജീവനേകാൻ പോകുന്നത്.